ആ സമയത്ത് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. ആരാണ് അഖിൽ മാരാർ? ഒറ്റ വാക്കിൽ എന്താണ് ഒരു ഉത്തരം? ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. നീ വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലെ ഒരാളാണ് അഖിൽ മാരാർ. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. ജനങ്ങൾ പറയാണ് അവൻ കുറച്ച് ഷോ ടീമാണ്, അവന് നമുക്ക് സാധാരണക്കാർക്കൊന്നും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അഖിൽ മാരാർ എങ്ങനെ പ്രതികരിക്കും? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? ഞാൻ ആക്ച്വലി ഒരു ഷോയും കാണിക്കാത്ത ഒരാളാണ്. ഈ ഷോ കാണിക്കാതെയാണ് ഇങ്ങനെയൊക്കെ എത്തിയത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. അല്ല, അതാ ഞാൻ തിരിച്ചു നമ്മൾ അതായത് ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. ഇഡിയറ്റ്. ഇപ്പം ഞാനൊരു ഹോട്ടലിൽ ചെല്ലുമ്പം അവിടുത്തെ ഒരു സാധാരണ ജീവനക്കാരൻ അവിടെ നിൽപ്പുണ്ട്. ഇവളൊന്നും നമ്മളെ ബാഗ് എടുക്കാൻ പറ്റും. എല്ലാവർക്കും എന്നെ മതി. ഞാൻ സമ്മതിക്കത്തില്ല. അതേസമയം അതേ അയാൾ അവിടെ വന്ന് നിന്നിട്ട് നീ വേണമെങ്കിൽ നിന്റെ ബാഗ് എടുത്തോണ്ട് പോകാൻ പറഞ്ഞാൽ ഞാൻ പറയും ചേട്ടാ ഇത് എടുക്കാൻ പറയും. പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാൽ മതി. നമ്മളെ കാണുമ്പോൾ ഒരാൾ ചിരിച്ചു കാണിച്ചാൽ അയാളെക്കാട്ടും ചിരിച്ച് അയാളെക്കാട്ടും മുമ്പിൽ ഞാൻ കുനിഞ്ഞു സംസാരിക്കും. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് അതിനുശേഷം കോൺഗ്രസിലേക്ക് പോകുന്നു, BJP-യിലേക്ക് പോകുന്നു. എന്താ ഉദ്ദേശം? സത്യത്തിൽ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കോൺഗ്രസിൽ നിന്ന് നേരിട്ട് BJP-യിലല്ലാണ്ട് അതൊരു വളഞ്ഞു പിടിച്ചുള്ള ഒരു മുക്കുപിടുത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യം. ഉമാ തോമസിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലീഡ് എത്രയെന്ന് അറിയാലോ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? വ്യക്തികൾ വരുമ്പോൾ ഈ ജനങ്ങളുടെ ചിന്തകൾ മാറി തുടങ്ങും. ഇപ്പം നോട്ട് നിരോധനം നരേന്ദ്രമോദി വന്നാൽ ജനങ്ങളുടെ ചിന്ത മാറും ഉറപ്പാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ അഖിൽമാരുണ്ട്. ഇത് ശരിക്കും ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു കാര്യമാണോ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നെ കുറച്ച് പേരറിയണം, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയാ, ഞാൻ ഇവിടെ ഉണ്ടടാ എന്നെല്ലാവരെയും അറിയിക്കാനുള്ള ഒരു ബോധപൂർവമായി നീ കാണും. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതെന്തെന്ന് വെച്ചാൽ ചൈന ഭാഷ പറയുന്നോടാ. അഖിൽ മാരാർ ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? ഞാൻ പറയുന്നത് എന്തായിരിക്കും? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ മാറ്റിയ നിലപാട് ഏതൊക്കെയാന്ന് പറഞ്ഞു. ഞാൻ ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞു, ബിഗ് ബോസിൽ പോയി. ശശിയെ എന്നാണ് ഈ പറയുന്നത്? അത് നിലപാടാ. പക്ഷെ ബിഗ് ബോസിൽ നിലപാടാ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. നിലപാട് എന്താണ്, ഒപ്പീനിയൻ എന്താണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒപ്പീനിയൻ എന്താണെന്നൊക്കെ നിങ്ങൾ ഇന്ന് പഠിക്കണം. നിലപാടെന്ന് പറഞ്ഞാൽ ഇസ്രയേലും പാലസ്തീനും വിഷയം യുദ്ധത്തിൽ നടക്കുമ്പോൾ ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? രാവിലെ എണീച്ച് വരുമ്പോ ഈ ഡ്രസ്സ് ഇടണോ വേറൊരു ഡ്രസ്സ് ഇടണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്റെ ഇഷ്ടങ്ങളെ ബേസ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. തീരുമാനം മാറ്റാന്നാണ് പറയുന്നത്. 100% മാറ്റാൻ തീരുമാനമല്ലാതെ എന്താണ് പിന്നെ മാറ്റാൻ പറ്റുന്നത്? അത് വേടൻ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കിട്ടുന്നത് വേടന്റെ സമൂഹം അതിലായതുകൊണ്ടാണ്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ചേട്ടാ അഭിനയിച്ച സിനിമയാണല്ലോ, അപ്പൊ കണ്ടപ്പോഴത്തിന് സോ എന്താ തോന്നി? വളരെ മോശം തോന്നി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അപ്പോ എനിക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ഷാജി കൈലാസ് സാർ എന്നെ നായകനാക്കി പടം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നാളെ ഈ പാർട്ടി മാറാൻ സാധ്യത വല്ലതും ഉണ്ടോ? മാറാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തെ ബേസ് ചെയ്തിരിക്കും. കാരണം എന്റെ ലക്ഷ്യം നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.